കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ കൂടി ചേരുന്നു. ബിജീഷ്, കണ്ണൂരിൽ സംഘർഷഭരിതമാണോ പ്രൊട്ടസ്റ്റ്? അജിത്ത്, വരുന്ന ഘട്ടത്തിൽ ചെറിയ തോതിലുള്ള സംഘർഷാവസ്ഥ സിവിൽ പ്രവർത്തകർ സൃഷ്ടിച്ചിരുന്നു. ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ, അതായത് ഗേറ്റിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രവർത്തകരെ തടയാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നെങ്കിലും ബാരിക്കേഡിന് തൊട്ടടുത്തുള്ള മതിലിലൂടെ പ്രവർത്തകരൊക്കെ കൂടി ഈ കോമ്പൗണ്ടിനകത്തേക്ക് കടന്നു. തുടർന്ന് അവർ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ മെയിൻ വാതിലിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ടാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ആ പ്രതിഷേധ പരിപാടി ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുള്ള നിലപാടുകൾ ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം എസ്എഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ ഒഴിഞ്ഞു പോയിരിക്കുന്നത്. മറ്റു തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല. പോലീസ് നേരത്തെ തീർത്ത ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പ്രവർത്തകർ ഈ കോമ്പൗണ്ടിനകത്ത് പ്രവേശിച്ചു. അവിടെ സമാധാനപരമായാണ് ഈ പ്രതിഷേധ പരിപാടി പൂർത്തിയായിരിക്കുന്നത്. അജിത്, നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ സംസ്ഥാനത്തെമ്പാടും എസ്എഫ്ഐയുടെ പ്രതിഷേധം കനക്കുകയാണ്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നിരുന്നു. സമീർ, അവിടെ പ്രതിഷേധം അവസാനിച്ചോ? അജിൻസ്, പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. വലിയ ഒരു സാന്നിധ്യം, വിദ്യാർത്ഥികളുടെ സാന്നിധ്യം കൂടി ഈ പ്രതിഷേധത്തിനുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാർ മാറിയ ശേഷമുള്ള ഒരു വലിയ ഒരു പ്രതിഷേധമായി ഇത് മാറി എന്നതിലും സംശയമില്ല. അതുപോലെ തന്നെ പോലീസിന്റെ സാന്നിധ്യം ഏറെയുണ്ട്. ടൗൺ ACPയുടെ നേതൃത്വത്തിൽ വലിയ ഒരു പോലീസ് സന്നാഹം തന്നെ ഇവിടെയുണ്ട് വിദ്യാർത്ഥികളെ തടയാൻ വേണ്ടിക്കൊണ്ട്. പക്ഷേ ഈ ബാരിക്കേഡ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് തടയാൻ ശ്രമിച്ചെങ്കിലും ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നീട് ജലപീരങ്കി ഉപയോഗിക്കുകയായിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം കൊണ്ട് കൂടി കോഴിക്കോട്ടെ ഈ സമരം ശ്രദ്ധേയമാവുകയാണ്. കോഴിക്കോട് SFIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് ഈ മാർച്ച് നടത്തിയത്. അതാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, 22 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് റദ്ദാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ പ്രതിഷേധം രാജ്യമെമ്പാടും ഉയരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നിരുന്നാൽ കൂടി മറ്റു തലങ്ങളിലേക്കുള്ള നടപടികളൊന്നും തന്നെ കാര്യമായിട്ട് വന്നിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നുള്ള ഒരു പ്രിന്റിൽ നിന്ന് ഒരു പ്രസിൽ നിന്നാണ് ഇത് ചോർന്നത് എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. പക്ഷേ കൂടുതൽ നടപടിയിലേക്ക് പോയിട്ടുമില്ല. CBIയുടെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഇത് കർശനമായിട്ടുള്ള നടപടി, അതായത് കുറ്റക്കാർക്കെതിരെ മുഴുവൻ നടപടി സ്വീകരിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം. കുട്ടികളുടെ ഭാവി, അതുപോലെ തന്നെ അവരുടെ ശാരീരിക സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാത്രമല്ല അവരുടെ സമയനഷ്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിനൊന്നും ഒരു പരിഹാരവുമാവില്ല. അതുകൊണ്ട് തന്നെ ഈ കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവുക, അതുപോലെ വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തുടങ്ങിയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധം. ഏതായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. റോഡിൽ കുത്തിയിരുന്നാണ് SFI പ്രവർത്തകർ കോഴിക്കോട് പ്രതിഷേധിക്കുന്നത്.